ഞാൻ രാംകുമാർ അളന്നാട്. ഞാൻ പാരമ്പര്യമായൊരു കർഷകനാണ്. പഴം പച്ചക്കറി മേഖലയിൽ VAPC സഹകരിച്ച് കർഷക കൂട്ടായ്മയിൽ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. എന്നാൽ നമുക്ക് രാസവളങ്ങൾ ഉപയോഗിച്ച് ടണ്ണ് കണക്കിന് ഉപയോഗിച്ചൊരു കർഷകനും കൂടിയാണ്. അപ്പോൾ രാസവളങ്ങൾ രാസകീടനാശിനി നിർത്തിയിട്ട് ഞങ്ങൾ ജൈവകൃഷിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പൂർവികർ, എൻ്റെ മുത്തശ്ശൻ തന്ന മണ്ണ് ഇന്നിപ്പോൾ ഒരു വാഴ വെച്ചാൽ അത് കൊലയ്ക്കുമ്പോൾ ആ സന്തോഷം തോന്നുകയാണ്. കാരണം അന്നത്തെ ആ വാഴ പോലെ തന്നെ ഇപ്പോൾ ഒരു വാഴ വെച്ചാൽ കിട്ടുക എന്ന് പറയുന്നത് ആ മണ്ണിന് ജീവനുണ്ട്, ആ മണ്ണിന് ജീവനുള്ളതായി മാറി എന്നുള്ളതാണ്. ഞങ്ങൾ ആ മണ്ണിനെ കൊന്നിട്ടാണ് ഞങ്ങൾ ടണ്ണ് കണക്കിന് വിളയിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ മണ്ണിന് ജീവനോടെ തന്നെ ആ മുത്തശ്ശൻ ഉണ്ടാക്കിയിരുന്ന ആ കാലഘട്ടത്തിലെ വാഴകളും അതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ജൈവകൃഷി ഇറങ്ങിയപ്പോഴാണ് നിങ്ങളായിട്ട് ബന്ധപ്പെടാനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. അതിൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇട്ട ഒരു ഭാഗം ചേർത്ത് ഞങ്ങൾ ഇട്ട് നോക്കി. അവിടെ നല്ല വ്യത്യാസം കാണാണ്ട് തീർച്ചയായും വാഴക്കൃഷിക്കും ഇത് പച്ചക്കൃഷിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. വാഴക്കൃഷി ഏതാണ്ട് കൊലച്ചു കഴിഞ്ഞു, ഇനി പച്ചക്കറി തുടങ്ങാൻ പോവാം. അപ്പോൾ അതിനും ഇത് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കും. പിന്നെ വേറൊരു രാസവളം ഉപയോഗിച്ചിട്ടില്ല, ഒരു രാസകീടനാശിനിയും തളിച്ചിട്ടില്ല. ഡ്രിപ്പ് വഴിയാണ് നനയ്ക്കുന്നത്. വെള്ളത്തിന് ഇങ്ങനെ ക്ഷാമമുള്ള സമയത്തും നമുക്ക് വാഴയ്ക്ക് ഞങ്ങളുടെയൊക്കെ വിചാരം വാഴ തടത്തിൽ തവള കരണം എന്നൊക്കെ പറയും, അത്രയും വെള്ളം നിറച്ച് നിർത്തിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രിപ്പ് വഴി ചെയ്യുന്നു. അതുപോലെ തന്നെ രാസവളങ്ങളോ രാസകീടനാശിനിയോ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇതൊരു മാതൃകാപരമായ ഒരു കൃഷിയാണ്. ഈ കൃഷി രീതി കർഷകരെ സംബന്ധിച്ചോളം വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയുടെ കീഴിലുള്ള ഗ്രൂപ്പുകൾക്കും ഒക്കെ ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.